കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ LDF നടത്തിയ സോളാർ സമരം. സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് 10,000-ങ്ങളാണ് അന്ന് സമരത്തിൽ പങ്കെടുത്തത്. ആ സമരം പക്ഷെ പെട്ടെന്ന് തന്നെ നിർത്തി. അതെന്തുകൊണ്ടായിരിക്കും? സമരം അവസാനിപ്പിക്കാൻ UDF LDF ഒത്തുതീർപ്പ് നടന്നു എന്നാണ് പുതിയ വിവാദം. സോളാർ കേസ് കത്തി നിൽക്കണ സമയം. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നും കേസിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് അന്ന് LDF സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടത്തി. കേരളം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ശക്തമായൊരു സമരം. ആദ്യം 24 മണിക്കൂർ സമരം എന്നായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇവിടെ കോംറേഡ്സ് അത് തിരുത്തി അനിശ്ചിതകാലാക്കി. ഉമ്മൻചാണ്ടി എന്ന് രാജിവെക്കുന്നോ അന്നേ സമരം നിർത്തൂ എന്നുള്ള തീരുമാനത്തിലെത്തി. പാർട്ടി സെക്രട്ടറി തൊട്ട് അണികൾ വരെ സമരസ്ഥലത്ത് പായ വെച്ച് കിടന്നുറങ്ങിയുള്ള രാപ്പകൽ സമരം. ഈ സമരം ഇനി ഏത് കാലത്ത് തീരുമെന്ന് രാഷ്ട്രീയക്കാരും സാധാരണക്കാരും ഒരുപോലെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സമരം തുടങ്ങി 30-ാം മണിക്കൂർ നമ്മുടെ പിണറായി സഖാവിന്റെ ഒരു പ്രഖ്യാപനം ഇടുത്തീ പോലെ വന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് ഇപ്പോൾ നാം നടത്തിവരുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം ഇന്നത്തേതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കും. സമരം അവസാനിപ്പിക്കുകയാണെന്നോ? ഉമ്മൻചാണ്ടി രാജിവെക്കണ വരെ അനിശ്ചിതകാല സമരം എന്ന് പറഞ്ഞിട്ട് സമരം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ എന്താണ് സമരം നിർത്തിയെന്ന് എല്ലാവർക്കും സംശയമായി. പാവമ്മയുടെ തോമസ് ഐസക്കൊക്കെ സമരത്തിന്റെ പേരിൽ ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സമരം നിർത്തിയ വിവരം അവർ പോലും അറിയണത്. അന്നേ എല്ലാവർക്കും സംശയമായിരുന്നു എന്തിനാണ് സോളാർ സമരം ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് പെട്ടെന്ന് നിർത്തിയത്. ആ സമയത്ത് ബ്രിട്ടാസ് എന്നെ വിളിച്ചിട്ട് നമുക്ക് ഈ സമരം ഒന്ന് അവസാനിപ്പിക്കണ്ടേ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ കാരണമെന്ന് ചോദിച്ചു. അപ്പൊ അതായത് കാരണമൊന്നും പറഞ്ഞില്ല. ജോണ ഒന്ന് ഞാനോട് സംസാരിക്കാമോ? അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു സംസാരിക്കാം, എന്താണ് പറയാനുള്ളത്? അപ്പൊ പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണ് എന്നുള്ളവർ അദ്ദേഹത്തെ ഒന്ന് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതേതാ യുദ്ധഭൂമിയിലൊരു പുതിയ ഭടൻ? അല്ല, പുതിയതല്ല, കുറച്ച് പഴയതാ. സോളാർ സമരം അവസാനിപ്പിക്കാൻ മുൻകൈ എടുത്തത് CPIM ആണ്. ആ കാര്യവും പറഞ്ഞ് വിളിക്കണത് ജോൺ ബ്രിട്ടാസ് ആണെന്നാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കായം പറയണത്. ജോൺ ബ്രിട്ടാസ് ഇടതുപക്ഷത്തെ നേതാവല്ലേ? പുള്ളി എന്തിനാ സമരം അവസാനിപ്പിക്കാൻ നോക്കണത്? ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമല്ലേ? വാട്ട് ഈസ് ദിസ്? ഒന്നുമേ പുരിയില്ലേ? ജോൺ മുണ്ടക്കയുമായിട്ട് ഞാൻ ഈ സോളാർ വിഷയം ചർച്ച ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ ഭാഗം. യഥാർത്ഥത്തിൽ ജോണുമായിട്ട് അങ്ങനെ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല. ഞാനത് ഉമ്മൻചാണ്ടി പറഞ്ഞതനുസരിച്ച് കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് സംസാരിച്ചു. ഇങ്ങനെ ഒരു കാര്യം ബ്രിട്ടാസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. ബാക്കി കാര്യങ്ങൾ എന്താ നടന്നുള്ളത് അവരാ പറയേണ്ടത്. ശരി, ഇതിപ്പോ 2 ജോൺമാരും കൂടി നാട്ടുകാരെ മുഴുവനും കൺഫ്യൂഷൻ ആക്കുകയാണല്ലോ. സമരം അവസാനിപ്പിക്കാൻ ജോൺ ബ്രിട്ടാസ് വന്ന് സംസാരിച്ചു എന്ന് ജോൺ മുണ്ടക്കയം. അതൊക്കെ അദ്ദേഹത്തിന്റെ ഭാവനയാണെന്ന് ജോൺ ബ്രിട്ടാസ്. അപ്പൊ ഇതിൽ ആര് പറഞ്ഞതാ ശരി? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത്. അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത്. ഇന്ന് കോൺഗ്രസിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ മാധ്യമസമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത്. ദേശീയനിലേക്ക് വേറെ കുറെ ആൾക്കാർ വരുന്നു. ബ്രിട്ടാസ് ഒരിടത്തേക്കും പോയിട്ടില്ല. തിരുവഞ്ചൂരാണ് സമരം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ബ്രിട്ടാസിന്റെ അടുത്ത് വന്നത്രേ. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, സമരം അവസാനിപ്പിക്കാൻ ആരോ ഒത്തുതീർപ്പ് നടത്തിയിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. എല്ലാ സമരങ്ങളിലും മുദ്രാവാക്യങ്ങൾ വന്നു. സ്വാഭാവികമായിട്ട് എല്ലാ മുദ്രാവാക്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാവില്ല, ചിലപ്പോൾ പറ്റും. ജുഡീഷ്യൽ അന്വേഷണം നടത്താന്ന് അവര് സമ്മതിച്ചുകൊണ്ട് സമരം നിർത്തിയതത്രേ. ഓച്ചോടാ, അപ്പോഴേക്കും ഇവിടെ കോംറേഡ്സിന്റെ ഒക്കെ മനസ്സലിഞ്ഞോ? ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നുള്ള ആവശ്യമൊക്കെ മറന്നുപോയോ? അല്ല, HD ദേവഗൌഡ, പ്രകാശ് കാരാട്ട്, അങ്ങനെ ദേശീയ നേതാക്കളെ ഒക്കെ ഉൾക്കൊള്ളിച്ച് ദേശീയ തലത്തിലേക്ക് വരെ ശ്രദ്ധ കൊണ്ടുവരാൻ നോക്കിയുള്ള സമരമായിരുന്നല്ലോ. അതിങ്ങനെ അവസാനിപ്പിച്ചതിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? തിരുവഞ്ചൂരിന്റെ അഭ്യർത്ഥന പ്രകാരം തിരുവഞ്ചൂർ കൺവേ ചെയ്ത കാര്യം ഞാൻ CPM നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്. നമ്മുടെ കോംറേഡ്സ് ഒക്കെ എത്ര ഹൃദയവിശാലതയുള്ളവർ. തിരുവഞ്ചൂര് വന്ന് പറയാണ് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് സോളാർ സമരം അവസാനിപ്പിച്ച് തരണമെന്ന്. അപ്പൊ തന്നെ സ്വിച്ച് ഇട്ട പോലെ നമ്മുടെ പിണറായി സഖാവ് പ്രഖ്യാപിക്കുന്നു സമരം അവസാനിപ്പിക്കുന്നു. കൊള്ളാം. വെറുതെ അല്ല സമരം അവസാനിപ്പിച്ചതിന് പിന്നില് TP ചന്ദ്രശേഖരൻ കൊലക്കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അന്ന് ആരോപണം വന്നത്. ഒത്തുതീർപ്പല്ല, അല്ലല്ല, ഒരുപാട് നിങ്ങൾ പറയുന്ന പോലെ അല്ല. ഇത്
ഞാനൊരു മാധ്യമപ്രവർത്തനല്ലേ, ഞാൻ പറഞ്ഞ എന്താണെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒന്ന്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇങ്ങോട്ട് ബന്ധപ്പെട്ടത്. അതിന് കൃത്യമായ സാക്ഷി കോൺഗ്രസിൻ്റെ സമ്മണിതനായ നേതാവ് ശ്രീ ചെറിയാൻ ഫിലിപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഫോണിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിക്കുന്നത്. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തിരുന്നു. 2, ഈ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ എന്നും ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരണമെന്നുള്ള നിബന്ധന കൂടി മുന്നോട്ട് വെച്ചു. വൈമുഖ്യത്തോടെയാണെങ്കിലും പിന്നീട് അത് അംഗീകരിച്ചു. അപ്പൊ പറഞ്ഞു വരുന്നത് ഇതാണ്, ഈ കാര്യത്തിൽ കോംറേഡ്സ് ഒരു ഒത്തുതീർപ്പും നടത്തിയിട്ടില്ല അത്രേ. ശരി, അങ്ങനെയാണെങ്കിൽ ജോൺ മുണ്ടക്കയം അങ്ങനെയൊക്കെ എഴുതിയത് എന്തുകൊണ്ടായിരിക്കും? സത്യം പറഞ്ഞ വിവാദങ്ങളുടെ ഒരു ബോംബാണല്ലോ മുണ്ടക്കയം എഴുതി വിട്ടിരിക്കുന്നത്. ഇത് ബോംബാണോ എനിക്കറിയില്ല. അപ്പൊ ബോംബ് എന്തായിരിക്കും? ഇതിനാണോ ബോംബ് എന്ന് പറയുന്നത്? അല്ല, ഇല്ലാത്ത കാര്യമാണ് എഴുതിയിരിക്കണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അതൊരു വലിയ പ്രത്യാഘാതം ഉണ്ടാക്കില്ലേ? അല്ല, അതൊക്കെ അവർ എഴുതുന്നവർക്കല്ലേ. എന്താ കാരണം, ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ എഴുതാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നു. അതൊക്കെ അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തിന്? എന്റെ അടുത്ത സുഹൃത്തില്ലേ ജോൺ മുണ്ടക്കയം, അദ്ദേഹം ഒരു പുസ്തകം എഴുതി അത് നന്നായിട്ട് വിറ്റ് നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ അത് വായിക്കും. ഓ പോടുന്നു, ഇങ്ങനെ നന്മമാരാവല്ല ബ്രിട്ടാ സാറേ. മോളിന്ന് പറഞ്ഞിട്ടാണ് മുണ്ടക്കയത്തിനെ ബ്രിട്ടാസ് വിളിക്കണമെന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാല് സമരം പിൻവലിക്കാൻ തയ്യാറാണെന്നും ഉമ്മൻചാണ്ടി സാറിനെ അറിയിക്കാൻ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു എന്നാണ് മൂപ്പര് പറയണത്. ഇത്രയും ക്യാമറയുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു, 35 വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ. ഇത്രയും കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും 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 അത് മാത്രം പറയുന്നു. അദ്ദേഹത്തിനെ അല്ല, തിരുവഞ്ചൂർ ഇങ്ങോട്ട് വിളിച്ചതാണെന്ന് ഉൾപ്പെടെ എന്താണ് കൃത്യമായി നടന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞു. ഫീലായി ബ്രിട്ടാ സാറിന് ഫീലായി. 35 വർഷം മാധ്യമ പ്രവർത്തനത്തിലെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ പറഞ്ഞത് ഒത്തുതീർപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. എന്നിട്ട് എന്താ നിങ്ങൾ ആരും അത് വിശ്വസിക്കാത്തത്? ഇവിടുന്ന് ഈ പരിപാടി കഴിഞ്ഞ ഉടനെ ഒരു ഫോൺ എടുത്തിട്ട് ചെറിയാൻ ഫിലിപ്പിനോട് ചോദിക്കുക, ഇങ്ങനെ ജോൺ ബ്രിട്ടാസ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ എന്ന് ചോദിക്കുക. അദ്ദേഹം ഇപ്പോൾ എന്തായാലും CPM-ന്റെ ഭാഗമല്ല, CPM-നെ നിരന്തരമായി നിതാന്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് ചോദിക്കും. ശരി, ചെറിയാൻ ഫിലിപ്പ് പോരട്ടെ, ആ സമരം ഒത്തുതീർപ്പാക്കാൻ ആരാ മുൻകൈയെടുത്തേ? അങ്ങനെയാണെങ്കിൽ ഞാൻ തുറന്നു പറയുന്നു, 2 പേർക്കും ആഗ്രഹമുണ്ടായിരുന്നു. മുൻകൈ എടുക്കുന്നതിൽ 2 കൂട്ടർക്കും തുല്യ ഉത്തരവാദിത്തമായിരുന്നു. അല്ല, 2 ആൾക്കും കൂടെ ഒരുമിച്ച് ഫോൺ വിളിക്കാൻ പറ്റില്ലല്ലോ. അതിലാരാ ആദ്യം വിളിച്ചതെന്നാ ചോദിച്ചത്. അത് പറയാൻ പറ്റില്ല. കാരണം എന്നെ വിളിച്ച ഫോണിൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? താക്കോൽ എവിടെ നിനക്ക് അറിയില്ലേ? നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരും അറിയുന്നാ പറഞ്ഞത്. എനിക്കപ്പോൾ ഉണ്ടായിരുന്ന ബ്രിട്ടാസാണ് എന്നെ ഫോണിൽ വിളിച്ചത് തിരുവഞ്ചൂർ രാഷ്ട്രമാണ്. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. തിരുവഞ്ചൂർ രാഷ്ട്രം വിളിച്ചപ്പോൾ എന്നോട് സംസാരിക്കുന്നതിനിടയിൽ സംസാരിച്ചപ്പോൾ ബ്രിട്ടാസ് എടുത്തുണ്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത്. ചെറിയാൻ ഫിലിപ്പിന്റെ മൊബൈലിൽ നിന്നാണ് എന്നെ ബ്രിട്ടാസ് വിളിക്കുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പരസ്പരമുള്ള വർത്തമാനമൊക്കെ നമ്മളൊരു മാന്യതയുള്ള രാഷ്ട്രീയക്കാർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യുന്നതേ ഇല്ല. വീണ്ടാമതും കൺഫ്യൂഷൻ. തിരുവഞ്ചൂരാണ് ആദ്യം വിളിച്ചതെന്ന് ജോൺ ബ്രിട്ടാസ്, ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് ബ്രിട്ടാസ് ആണ് ആദ്യം വിളിച്ചതെന്ന് തിരുവഞ്ചൂര്. ചർച്ച എല്ലാവരും ഒക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ട്. ഞാനതൊന്നും പറയുന്നത് ശരിയല്ല. നമ്മളിപ്പോൾ നേതാക്കന്മാരെ തേജോവധം ചെയ്യുകയോ, അവരെ കേൾക്കുമോ, നേതാക്കന്മാരെ തേജോവധം ചെയ്യുകയോ, അവരെ അല്ലെങ്കിൽ ചെറുതാക്കി ജനമധ്യത്തിൽ എത്തിക്കുകയോ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളല്ലല്ലോ ഞാൻ. ചർച്ച എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചർച്ചയാണ് നടത്തിയെന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ആഹാ, ആ കാര്യത്തിന് മാത്രം 2 കൂട്ടർക്ക് എന്തൊരു ഒത്തൊരുമാണ്. അല്ല, അത് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലേ, ഒരു വ്യാഴവട്ടാകാൻ പോകുന്നു. ഒരു വ്യാഴവട്ടക്കാലം ആവാറായോണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാം മറക്കാന്ന് പറഞ്ഞിട്ട് തോളി കൈയിട്ടിരിക്കുകയാണ് നേതാക്കൾ എല്ലാവരും. തെറ്റ് ചെയ്യാത്തൊരു മുഖ്യമന്ത്രിനെ തെറ്റുകാരനാക്കിയതും അത് ഒത്തുതീർപ്പാക്കാൻ നോക്കിയവരും അതിനിട നിലനിന്നവരൊക്കെ ഇപ്പൊ മച്ചാമച്ചായി. അന്ന് സമരം പെട്ടെന്ന് നിർത്തിയത് ഒരു കണക്കിന് നന്നായി. അത്രയധികം പ്രവർത്തകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാണ്ട് അന്ന് അണികളൊക്കെ ആകെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടി സാറ് അന്ന് അനുഭവിച്ച മാനസിക ശാരീരിക വിഷമതകൾക്ക് ആർക്കും അന്ന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. സമരം കഴിഞ്ഞ് 11 വർഷം കഴിഞ്ഞിട്ടും വീണ്ടും അതിങ്ങനെ കയറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച കാണാം. നന്ദി, നമസ്കാരം.